കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസും ഫോറിയർ സൈൻ സീരീസും ആയിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചെയ്തിരുന്നു. ഈ ക്ലാസ്സിലും അതിൻ്റെ കണ്ടിന്യൂഷനാണ്, കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ഫസ്റ്റ് വൺ എ സീരീസ് ഓഫ് കൊസൈൻസ് ഓഫ് മൾട്ടിപ്പിൾ ഓഫ് എക്സ് ആൻഡ് സെക്കൻഡ് വൺ എ സീരീസ് ഓഫ് സൈൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് എക്സ് which will represent f of x in the interval close interval 0 pi where f of x equal to x 0 less than x less than pi by 2 and pi minus x pi by 2 less than x less than pi. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ സീരീസ് ഓഫ് കൊസൈൻസ് ഓഫ് മൾട്ടിപ്പിൾ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇന്റർവൽ തന്നിട്ടുള്ളത് 0 to pi ആണ്, അതായത് ഹാഫ് റേഞ്ച് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസ് ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 പ്ലസ് സമേഷൻ n ഈക്വൽ ടു 1 to infinity an cos nx ആണ്. വേർ a0 ഈക്വൽ ടു 2 by pi into integral 0 to pi f of x dx that is equal to 2 by pi into നമുക്കറിയാം ഇവിടെ നമുക്ക് ലിമിറ്റ് തന്നിട്ടുള്ളത് 0 to pi by 2 അതുപോലെ pi by 2 to pi ആണ്. അപ്പോൾ 0 to pi നെ നമ്മൾ ഇന്റർവൽ എന്ത് ചെയ്യുന്നു, ഇന്റർവൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്നു. അതായത് 0 to pi by 2 f of x dx പ്ലസ് ഇന്റഗ്രൽ pi by 2 to pi f of x dx that is equal to 2 by pi into integral 0 to pi by 2 ൽ f of x ന്റെ വാല്യൂ x ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ x dx അതുപോലെ pi by 2 to pi ൽ f of x ന്റെ വാല്യൂ എന്ന് പറയുന്നത് pi minus x ആണ്, അതും ക്വസ്റ്റ്യനിൽ തന്നതാണ്. അപ്പോൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is equal to 2 by pi into x ന്റെ ഇന്റഗ്രേഷൻ x square divided by 2 then ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു പ്ലസ് പൈ ഡി എക്സ്, പൈ കോൺസ്റ്റന്റ് ഡി എക്സിന്റെ ഇന്റഗ്രേഷൻ എക്സ് മൈനസ് എക്സിന്റെ ഇന്റഗ്രേഷൻ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുക പൈ ബൈ 2 to pi ദാറ്റ് ഇസ് ഈക്വൽ ടു ഇനി ലിമിറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അതായത് 2 by pi into 1/2 കോൺസ്റ്റന്റ് ആണ് ഔട്ട് സൈഡിൽ എടുത്തു. അപ്പം അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള പൈ ബൈ 2 അപ്ലൈ ചെയ്യുന്നു. അതും അതായത് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 2 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 4 മൈനസ് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 0 അതായത് 0 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പൈ ഇൻറ്റു അപ്പർ ലിമിറ്റ് പൈ മൈനസ് ലോവർ ലിമിറ്റ് പൈ ബൈ 2 മൈനസ് ഓഫ് 1/2 കോൺസ്റ്റന്റ് എക്സ് സ്ക്വയറിന് ലിമിറ്റ് കൊടുക്കുന്നു പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 by pi ഇൻറ്റു ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുക പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 8 പ്ലസ് പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മൈനസ് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ മൈനസ് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 by pi ഇൻറ്റു ഇവിടെ പൈ സ്ക്വയറും അതുപോലെ ഇവിടെ മൈനസ് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മൈനസ് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇത് മൈനസ് പൈ സ്ക്വയർ ആവുന്നു പ്ലസ് പൈ സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്യുന്നു. ബാക്കിയുള്ളത് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 8 പ്ലസ് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 8 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 8 പൈ ക്യാൻസൽ ചെയ്യുന്നു 2 8 പോയാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 4 by 8 പൈ എന്ന് കിട്ടുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. ദെൻ എ എൻ കണ്ടുപിടിക്കുന്നു. എ എന്നിന്റെ ഫോർമുല എന്ന് പറയുന്നത് 2 by pi into integral 0 to pi f of x cos nx dx ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 by pi into ഇതിനെയും സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്നു. 0 to pi നെ 0 to pi by 2 ആൻഡ് pi by 2 to pi എന്ന രീതിയിൽ എഴുതുന്നു. 0 to pi by 2 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ അതവിടെ കൊടുക്കുക x cos nx dx പ്ലസ് ഇന്റഗ്രൽ പൈ ബൈ 2 to pi മൈനസ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. ദെൻ ഇവിടെ എക്സ് ഒരു ഫംഗ്ഷൻ കോസ് എൻ എക്സ് വേറൊരു ഫംഗ്ഷൻ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. അതായത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് അതായത് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് കോസ് എൻ എക്സ്. കോസ് എൻ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് സൈൻ എൻ എക്സ് ഡിവൈഡ് ബൈ എൻ മൈനസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അതായത് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ഇൻറ്റു കോസ് എൻ എക്സിന്റെ ഇന്റഗ്രേഷൻ സൈൻ എൻ എക്സ് ഡിവൈഡ് ബൈ എൻ ഡി എക്സ് പ്ലസ് പൈ മൈനസ് അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുന്നു. പൈ മൈനസ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നു, അതുപോലെ കോസ് എൻ എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് എൻ എക്സിന്റെ ഇന്റഗ്രേഷൻ സൈൻ എൻ എക്സ് ഡിവൈഡ് ബൈ എൻ മൈനസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പൈന്റെ ഡെറിവേറ്റീവ് എന്നത് പൈ എന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് -1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ ഡി എക്സ് എന്ന് വരുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 by pi ഇൻറ്റു ഇവിടെ 1 by n കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഔട്ട് സൈഡിലെടുത്തു ബാക്കി എക്സിന് എന്ത് ചെയ്യുന്നു ലിമിറ്റ് കൊടുക്കുന്നു. അതായത് പൈ ബൈ 2 ഇൻറ്റു സൈൻ എൻ പൈ ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 0 കൊടുക്കുമ്പോൾ ഇവിടെ 0 ഇൻറ്റു എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ദെൻ മൈനസ് ഓഫ് 1 by n കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഔട്ട് സൈഡിലെടുത്തു സൈൻ എൻ എക്സിന്റെ ഇന്റഗ്രേഷൻ മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡ് ബൈ എൻ ദെൻ അതിന് ലിമിറ്റ് കൊടുക്കുന്നു പ്ലസ് ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ പൈ മൈനസ് പൈ സൈൻ എൻ പൈ ഡിവൈഡ് ബൈ എൻ മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള പൈ ബൈ 2 കൊടുക്കുന്നു പൈ മൈനസ് പൈ ബൈ 2 സൈൻ എൻ പൈ ബൈ 2 ഡിവൈഡ് ബൈ എൻ എന്ന് വരുന്നു. ഈ മൈനസും മൈനസും പ്ലസ് ആവുന്നു
1/n കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഔട്ട് സൈഡിൽ എടുക്കുന്നു. അപ്പോൾ 1/n ഇൻറ്റു സൈൻ എൻ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡ് ബൈ n എന്ന് വരുന്നു. ദെൻ അതിന്റെ ലിമിറ്റ് π/2 ടു π അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 2/π ഇൻറ്റു ഇവിടെ 1/n ഇൻറ്റു സൈൻ n π/2 π/2 ഇൻറ്റു സൈൻ n π/2. അതുപോലെ ഇവിടെ -1/n -1/n ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n² എന്ന് വരുന്നു. പിന്നെ കോസ് എൻ എക്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു ലിമിറ്റ് കൊടുക്കുന്നു. അപ്പം കോസ് n π/2 മൈനസ് കോസ് 0 എന്ന് വരുന്നു. അതുപോലെ ഇവിടെ π മൈനസ് π ഈ ടേം 0 ആയി ബാക്കിയുള്ളത് മൈനസ് ഓഫ് π മൈനസ് π/2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് π/2 ഇൻറ്റു സൈൻ n π/2 ഡിവൈഡഡ് ബൈ n എന്ന് വരുന്നു. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 1/n ബാക്കിയുള്ള ടേമും കൂടെ 1/n ഇൻറ്റു -1/n ദാറ്റ് ഈസ് ഈക്വൽ ടു -1/n² ഇൻറ്റു ഇവിടെയും ലിമിറ്റ് അപ്ലൈ ചെയ്യുക കോസ് nπ മൈനസ് കോസ് n π/2 എന്ന് വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഇവിടെ നമുക്കുണ്ട് 1/n π/2 സൈൻ n π/2 ഉണ്ട്. അതുപോലെ ഇവിടെ -π/2 1/n സൈൻ n π/2 ഉണ്ട്. രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തു പോകുന്നു. ബാക്കിയുള്ള ടേം എഴുതുന്നു 1/n² ഇൻറ്റു കോസ് n π/2 മൈനസ് കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ -1/n² ഇൻറ്റു കോസ് nπ എന്ന് പറഞ്ഞാൽ -1 ഓൾ റേസ് ടു n ആണ്. മൈനസ് കോസ് n π/2 എന്ന് വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു കോസ് n π/2 -1 മൈനസ് ഓഫ് -1 ഓൾ റേസ് ടു n പ്ലസ് കോസ് n π/2 ഡിവൈഡഡ് ബൈ n² എന്ന് വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഇവിടെ നമുക്കറിയാം കോസ് n π/2 പ്ലസ് കോസ് n π/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കോസ് n π/2 ബാക്കിയുള്ള ടേം -1 മൈനസ് ഓഫ് -1 ഓൾ റേസ് ടു n ഡിവൈഡഡ് ബൈ n² എന്ന് വരുന്നു. Therefore, Fourier cosine series is given by Fourier cosine series in the expansion. അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. a0/2 പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an cos n x ദാറ്റ് ഇസ് ഈക്വൽ ടു a0 നമുക്ക് കിട്ടിയിട്ടുള്ളത് π/2 ആണ്. അതവിടെ അപ്ലൈ ചെയ്തു. π/2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an ഇപ്പം കിട്ടിയത് 2/π ഇൻറ്റു 2 കോസ് n π/2 -1 മൈനസ് ഓഫ് -1 ഓൾ റേസ് ടു n divided by n² into cos nx എന്ന് കൊടുക്കുന്നു. That is equal to π/2 divided by π/2 that is equal to π/4. പിന്നെ 2/π കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഔട്ട് സൈഡിൽ എടുത്തു. ബാക്കി n-ന് 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം 2 കോസ് ആദ്യം 1 കൊടുക്കുന്നു. കോസ് π/2 -1 ഓൾ റേസ് ടു 1 ഡിവൈഡഡ് ബൈ 1² ഇൻറ്റു കോസ് 1x പ്ലസ് n-ന് 2 കൊടുക്കുക. 2 cos 2π/2 -1 മൈനസ് ഓഫ് -1 ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2² ഇൻറ്റു കോസ് 2x എന്ന് വരുന്നു. പ്ലസ് n-ന് 3 കൊടുക്കുന്നു. 2 കോസ് 3π/2 -1 മൈനസ് ഓഫ് -1 ഓൾ ക്യൂബ് ഡിവൈഡ് ബൈ 3² ഇൻറ്റു കോസ് 3x പ്ലസ് n-ന് 4 കൊടുക്കുക. അങ്ങനെ ഓരോ വാല്യൂ കൊടുത്തു പോകുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു π/4 പ്ലസ് 2/π ഇൻറ്റു ഇവിടെ നമുക്ക് കോസ് π/2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0 -1 പ്ലസ് 1 ഇൻറ്റു കോസ് x പ്ലസ് 2 ഇൻറ്റു അതുപോലെ തന്നെ -1 ഇൻറ്റു കോസ് 2x ഡിവൈഡ് ബൈ 2². അതുപോലെ ഓരോന്നിന്റെ വാല്യൂ കൊടുക്കുന്നു. പ്ലസ് 2 ഇൻറ്റു 0 -1 പ്ലസ് 1 ഡിവൈഡ് ബൈ 3² കോസ് 3x പ്ലസ് 2 ഇൻറ്റു 1 -1 ഡിവൈഡ് ബൈ 4² ഇൻറ്റു കോസ് 4x പ്ലസ് 0 പ്ലസ് എക്സെട്ര. ദാറ്റ് ഇസ് ഈക്വൽ ടു π/4 പ്ലസ് 2/π ഇൻറ്റു -4 അതായത് ഇവിടെ -2 ഉണ്ട് -1 ദാറ്റ് ഇസ് ഈക്വൽ ടു -4/2² കോസ് 2x പ്ലസ് എക്സെട്ര എന്ന് വരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ടേംസ് എഴുതി നോക്കാം. ഇവിടെ ടേം മാത്രം ബാക്കിയെല്ലാം 0 ആയി പോകുന്നില്ലേ. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 5th ടേമും 6th ടേമും ഒക്കെ എഴുതി നോക്കാം. ഞാനിപ്പോൾ ഇത്ര മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് ഈക്വൽ ടു π/4 പ്ലസ് 2/π ഇൻറ്റു -4/2² ഇൻറ്റു കോസ് 2x പ്ലസ് എക്സെട്ര. ഇതാണ് ഫോറിയർ കൊസൈൻ സീരീസ് കിട്ടുന്നത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ പാർട്ട് ചെയ്യാൻ പറ്റില്ല. ഫോറിയർ സൈൻ സീരീസ് കണ്ടുപിടിക്കാനാണ് ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ്. അപ്പോൾ ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് f(x) ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി bn സൈൻ nx ആണ്. ദെൻ bn കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു π f(x) സൈൻ nx dx ആണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0 to π സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി. ക്വസ്റ്റ്യനിൽ തന്ന പ്രകാരം 0 to π/2 അതുപോലെ π/2 to π ചെയ്തു. അപ്പോൾ 0 to π/2 നമുക്ക് f(x)ന്റെ വാല്യൂ x ആണ് തന്നിട്ടുള്ളത്. π/2 to π f(x)ന്റെ വാല്യൂ π മൈനസ് x ആണ് തന്നിട്ടുള്ളത്. ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഫസ്റ്റിന്റെ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ nx സൈൻ nxന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് nx ഡിവൈഡ് ബൈ n മൈനസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അതായത് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ nxന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് nx ഡിവൈഡ് ബൈ n dx എന്ന് വരുന്നു. ദെൻ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പർ ലിമിറ്റ് π/2 ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ π അപ്പർ ലിമിറ്റ് അതായത്
സോറി രണ്ടാമത്തെ ടേമിനെയും കൂടെ integration by parts apply ചെയ്യാം. അപ്പം pi minus is first into integral of second minus integral of derivative of first into integral of second അത് അപ്ലൈ ചെയ്യാം. that is equal to 2 by pi into ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ -1 by n കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഔട്ട് സൈഡ് എടുത്ത് അപ്പോൾ എക്സിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക pi by 2 into cos n pi by 2 മൈനസ് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 0 അപ്ലൈ ചെയ്യുമ്പോൾ 0 into cos 0 എന്ന് വരുന്നു. പ്ലസ് ഇവിടെ മൈനസ് ഓഫ് -1 by n that is equal to plus 1 by n into cos nx ന്റെ ഇന്റഗ്രേഷൻ sin nx divided by n then ലിമിറ്റ് അപ്ലൈ ചെയ്തു. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു പൈയും pi by 2 അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ -1 by n into pi minus pi cos n pi മൈനസ് ഓഫ് pi മൈനസ് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള pi by 2 cos n pi by 2 മൈനസ് 1 by n into sin nx divided by n pi by 2 to pi എന്ന് കിട്ടുന്നു. that is equal to 2 by pi into ഇവിടെ cos n pi by 2 അത് അതുപോലെ തന്നെ എഴുതി -1 by n into pi by 2 into cos n pi by 2 നമുക്കറിയാം ഇവിടെ 0 into cos 0 that is equal to 0 പ്ലസ് ഇവിടെ 1 by n സ്ക്വയർ എന്ന് വരുന്നു sin n pi by 2 മൈനസ് sin 0 എന്ന് വരുന്നു പ്ലസ് ഇവിടുത്തെ ഈ pi മൈനസ് പൈ എന്ന് പറയുന്നത് 0 ആയിരുന്നു. അപ്പോൾ ഈ ടേം 0 ആയി ബാക്കിയുള്ളത് pi മൈനസ് pi by 2 that is equal to pi by 2 അപ്പോൾ മൈനസ് pi by 2 into cos n pi by 2 എന്ന് വരുന്നു പ്ലസ് മൈനസ് 1 by n സ്ക്വയർ ഇൻറ്റു ഇവിടെയും അപ്ലൈ ചെയ്യുക sin n pi മൈനസ് sin n pi by 2 എന്ന് വരുന്നു. that is equal to 2 by pi into മൈനസ് minus pi by 2n into cos n pi by 2 plus 1 by n square into sin n pi by 2 sin 0 0 ആവുന്നു plus pi by 2n into cos n pi by 2 മൈനസ് ഇവിടെ sin n pi എന്ന് പറയുന്നത് 0 ആണ് ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് മൈനസും പ്ലസ് 1 by n square into sin n pi by 2 എന്ന് വരുന്നു. അതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ മൈനസ് pi by 2n cos n pi by 2 ഉണ്ട്. അതുപോലെ pi by 2n cos n pi by 2 രണ്ടും ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് 1 by n square sin n pi by 2 പ്ലസ് 1 by n square sin n pi by 2 that is equal to 2 by n square sin n pi by 2 എന്ന് വരുന്നു. that is equal to ഇവിടെ 2 by pi ഉണ്ട് into 2 by n square sin n pi by 2 that is equal to 4 by n square pi sin n pi by 2 എന്ന് വരുന്നു. therefore ഇവിടെ bn ന്റെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക f of x അതായത് Fourier സൈൻ സീരീസ് അപ്ലൈ ചെയ്യുന്നു. f of x equal to summation n equal to 1 to infinity bn sin nx that is equal to summation n equal to 1 to infinity bn ന്റെ വാല്യൂ 4 by n square pi sin n pi by 2 into sin nx എന്ന് വരുന്നു. then n ന് 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂ അപ്ലൈ ചെയ്യുക. 4 by pi എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് ഔട്ട് സൈഡിൽ എടുത്തു. n ന് 1 മുതൽ ഇൻഫിനിറ്റി വരെ വാല്യൂ അപ്ലൈ ചെയ്ത് 1 by n square into sin pi by 2 into sin x പ്ലസ് സെക്കൻഡ് വാല്യൂ സെക്കൻഡ് ടേം 2 അപ്ലൈ ചെയ്യുന്നു. അതായത് 1 by 2 square into sin 2 pi by 2 sin 2x പ്ലസ് 3 അപ്ലൈ ചെയ്യുക 1 by 3 square into sin 3 pi by 2 sin 3x പ്ലസ് 1 by 4 square into sin 4 pi by 2 sin 4x പ്ലസ് എക്സെട്ര എന്ന് വരുന്നു. നമുക്കറിയാം sin pi by 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം ഇവിടെ 1 into sin x that is equal to sin x പ്ലസ് ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് sin pi equal to 0 ആണ്. അപ്പോൾ ഈ ടേം ഫുള്ള് 0 ആയി. പിന്നെ sin 3 pi by 2 sin 3 pi by 2 ന്റെ വാല്യൂ നമുക്കറിയാം -1 ആണ് into sin 3x എന്ന് വരുന്നു പ്ലസ് 1 by ഇവിടെ 4 pi divided by 2 that is equal to 2 pi എന്ന് വരുന്നു. അപ്പോൾ sin 2 pi എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആയി. അപ്പോൾ ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് 4 by pi into sin x പ്ലസ് -1 by 3 square into sin 3x divided by 3 square പ്ലസ് എക്സെട്ര എന്ന് വരുന്നു. ഇതാണ് ഹാഫ് റേഞ്ച് Fourier സൈൻ സീരീസ് എന്ന് പറയുന്നത്. അപ്പം ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. എല്ലാവരും ചെയ്ത് തന്നെ പഠിക്കുക. വീഡിയോ റിപ്പീറ്റ് ചെയ്തിട്ട് കാണാൻ മനസ്സിലാവാത്തവർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.